ഇനി വരുന്നത് AI ഏജൻറ്റുകളുടെ കാലമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും, അത് ബിസിനസ്സിലാണെങ്കിലും സ്വന്തം ജീവിതത്തിലാണെങ്കിലും AI ഏജൻറ്റുകൾ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായി പറ്റും. എന്താണ് AI ഏജൻറ്റ്? സ്വന്തമായി ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് അത് നടപ്പിലാക്കാൻ കഴിയുന്ന AI സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് ഏജൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി AI ഏജൻറ്റുകൾ കാണാൻ എങ്ങനെയിരിക്കും? വളരെ ഹൈ ലെവലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതിനെ ഫിസിക്കൽ AI ഏജൻ്റ് എന്നും സോഫ്റ്റ്വെയർ AI ഏജൻറ്റും എന്നും ക്ലാസിഫൈ ചെയ്യാം. സോഫ്റ്റ്വെയർ AI ഏജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സിറി, അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന ഇമെയിൽ സ്പാം ഫിൽറ്റർ, അതല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് വേണ്ടി ട്രേഡിംഗ് ചെയ്തു തരാൻ കഴിയുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ബോട്ട്, ഇൻഡസ്ട്രികളിൽ യൂസ് ചെയ്യുന്ന റോബോട്ടുകൾ, അതുപോലെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഇതിനെയൊക്കെ നമുക്ക് ഫിസിക്കൽ ഫോമിലുള്ള AI ഏജൻറ്റുകൾ എന്ന് വിളിക്കാം. AI ഏജൻറ്റ് എന്ന് പറയുമ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആകണമെന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ഏത് ടാസ്കിനെയും ഓട്ടോമേറ്റ് ചെയ്തു തരാൻ പറ്റുന്ന ഏത് സിസ്റ്റത്തിനെയും നമുക്ക് AI ഏജൻറ്റ് എന്ന് വിളിക്കാം. പക്ഷേ ഈ AI ഏജൻറ്റുകൾക്ക് കോമൺ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, അതിനെ പല സ്ഥലത്തു നിന്നും ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ അതിന് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ അത് ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്ത് ഡാറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ റൂമിനകത്ത് എത്ര ടെമ്പറേച്ചറാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഏതെങ്കിലും ഒരു ഫോമിൽ, അതായത് ടെക്സ്റ്റായിട്ടോ ഇമേജ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു സിഗ്നലായിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യാൻ ഏജൻറ്റുകൾക്ക് കഴിയും. ഈ AI ഏജൻറ്റുകൾ ഏതെങ്കിലും ഒരു AI മോഡലുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തതുകൊണ്ട് ഇതിനെ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനുമുള്ള കഴിവുണ്ട്. ഇനി തീരുമാനമെടുക്കാൻ മാത്രമല്ല, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ, ഒരു ആക്ഷൻ എടുക്കാനുള്ള കഴിവും ഏജൻറ്റുകൾക്കുണ്ട്. AI ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ ലെവലായിട്ട് അതിൻ്റെ ടെക്നിക്കൽ ആർക്കിടെക്ചർ എന്തായിരിക്കും? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനുള്ള ഒരു AI ഏജൻറ്റിനെ നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കാം. ഈ AI ഏജൻറ്റിനകത്ത് പോകേണ്ട സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ഉദാഹരണമായി, can you plan a 3-day trip to മൂന്നാർ from കൊച്ചി for 3 people under 25,000 rupees എന്ന് പറയാം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ AI ഏജൻറ്റ് നമുക്ക് പോകേണ്ട 3 ദിവസത്തെ ഐറ്റിനറി പ്രിപ്പയർ ചെയ്തു തരും. ഐറ്റിനറി എന്ന് പറയുമ്പോൾ അതിനകത്ത് പോകേണ്ട സ്ഥലങ്ങൾ, താമസിക്കേണ്ട ഹോട്ടൽ, അതിൻ്റെ പ്രൈസ്, ഹോട്ടലിൻ്റെ റേറ്റിംഗ് എന്താണ്, പോകേണ്ട സ്ഥലങ്ങളുടെ അഡ്രസ്സ്, ഓരോ സ്ഥലത്തും ഭക്ഷണം കഴിക്കുമ്പോൾ എത്രത്തോളം എക്സ്പെൻസ് വരും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐറ്റിനറി പ്രിപ്പയർ ചെയ്തു തരുന്ന ഒരു ഏജൻറ്റ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രിപ്പ് പ്ലാനർ AI ഏജൻറ്റിൻ്റെ കമ്പോണൻസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. അതിലെ യൂസർ ഇൻപുട്ട് എന്താണെന്ന് മനസ്സിലായി. ഈ യൂസർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തു നിന്നും ആവശ്യമുള്ള ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണം. ആവശ്യമുള്ള ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്, എത്ര പേരുണ്ട്, ഈ ഇൻഫർമേഷൻ അതിനകത്ത് നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യണം. ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം ഐറ്റിനറി പ്രിപ്പറേഷന് ആവശ്യമുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്യണം. ആ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഐറ്റിനറി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ ഏജൻറ്റിൻ്റെ ആക്ഷൻ എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഏജൻറ്റിൻ്റെ ബ്രെയിനാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു AI മോഡൽ ഉണ്ടായിരിക്കാം, അതിനകത്തൊരു ലോജിക് എഞ്ചിൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ട്രിപ്പ് അഡ്വൈസറിനകത്ത് അപ്പോൾ ഈ ഇൻഫർമേഷൻ AI മോഡലിന് കൊടുത്തിട്ട് പറയാണ്, ഓക്കെ, ഇതിനകത്ത് നിന്ന് നമ്മുടെ ആവശ്യമുള്ള ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്ത് തരൂ. അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് കിട്ടി. ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സ് ജനറേറ്റ് ചെയ്ത് തരൂ. സ്റ്റെപ്സ് ജനറേറ്റ് ചെയ്ത് തന്നു. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമുക്ക് ആവശ്യമുള്ള പ്ലേസസിൻ്റെ ലിസ്റ്റ് വേണം. അപ്പം ഈ പ്ലേസസിൻ്റെ ഇൻഫർമേഷൻ, അതുപോലെ ഹോട്ടലിൻ്റെ നെയിംസ്, അത് അഡ്രസ്സസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മൾ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ AI മോഡലിൻ്റെ ഹെൽപ്പോട് കൂടെ അതിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡാറ്റാബേസിൽ കണക്ട് ചെയ്യുന്നു, ആ ഇൻഫർമേഷൻ എടുത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ഹോട്ടലിൻ്റെ ലിസ്റ്റ് കിട്ടി, നമ്മൾ പോകാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് കിട്ടി, അഡ്രസ്സ് കിട്ടി, അതുപോലെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. നമുക്ക് പോകേണ്ടത് 3 പേര് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡാറ്റാബേസിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ റിവ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പ് APIനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി ആവശ്യമുള്ള ഡാറ്റ എല്ലാം എടുത്ത് കളക്ട് ചെയ്തു. ഇനി ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാം. അത് ചെയ്യുന്നതും AI മോഡലായിരിക്കും. അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി കുറേ റൂൾസ് ഉണ്ടായിരിക്കാം. നമുക്ക് കിട്ടിയ ഡാറ്റയും അതുപോലെ റൂൾസും ഇതെല്ലാം കൂടെ കൊടുത്ത് AI മോഡലിൻ്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് ഐറ്റിനറി ജനറേറ്റ് ചെയ്ത് തരുന്നു. ഈ ഡാറ്റയെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു വാലിഡേഷൻ ഉണ്ട്, അല്ലേ? അതൊരു ആക്ഷനാണ്. നമുക്ക് കിട്ടിയ എല്ലാ ഡാറ്റയും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ഇത് കിട്ടിയിരിക്കുന്നതെല്ലാം ഓക്കെ ആണോ, കറക്റ്റ് ആണോ? അങ്ങനെ കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ടാണ് യൂസറിന് സ്ക്രീനിൽ കാണിക്കുന്നത്. എന്നിട്ട് യൂസറോട് ചോദിക്കുകയാണ്, ഓക്കെ, ഈ ഐറ്റിനറി നിങ്ങൾക്ക് ഓക്കെ ആണോ, ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ? അപ്പോൾ യൂസർ തിരിച്ച് പറയുകയാണ്, അല്ല, ഇന്ന ചേഞ്ച് വരുത്തണമെന്ന് പറയുമ്പോൾ ഏജൻറ്റ് ഈ പ്രോസസ്സെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ നടക്കുന്ന വർക്ക് ഫ്ലോയിനെ നമ്മൾ ഏജൻറ്റിക് വർക്ക് ഫ്ലോ എന്നാണ് പറയുക.
ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് പ്ലാനർ ഏജൻ്റ് ആണെങ്കിൽ അതിനകത്ത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ യൂസർ പറയുകയാണ് ഓക്കെ എനിക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം ഓക്കെയാണ്, നിങ്ങൾ ബുക്ക് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ട്രിപ്പ് പ്ലാനർ ഏജൻറ്റ് ബുക്കിങ്ങിന് വേണ്ടി വേറൊരു ഏജൻറ്റ് ഉണ്ടായിരിക്കും, ട്രിപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻറ്റ്. ആ ഏജൻറ്റിനോട് പറയും ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾ ഈ 2 ഹോട്ടലും അതുപോലെ വണ്ടിയും എല്ലാം ബുക്ക് ചെയ്തോളൂ എന്ന്. ഇതേപോലെയുള്ള ഒരു ഏജൻറ്റിക് വർക്ക് ഫ്ലോ ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കും അത്. അപ്പോൾ കസ്റ്റമറിന് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, കസ്റ്റമർ അത് ബുക്ക് ചെയ്തു, കസ്റ്റമർ ട്രിപ്പ് പോയി വന്നു, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ റിവ്യൂ എടുക്കാൻ വേണ്ടി വേറൊരു ഏജൻറ്റ് ഉണ്ട്, കസ്റ്റമർ ഫീഡ്ബാക്ക് ഏജൻറ്റ്. അപ്പം യൂസറിനോട് ചോദിക്കും ഓക്കെ നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ്. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്ത് അതിൽ നിന്നും ഒരു ഫൈനൽ ഫീഡ്ബാക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ ചെയ്യുവാനുള്ള പല പല ഏജൻറ്റുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു മൾട്ടി ഏജൻറ്റിക് സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ഏജൻറ്റുകൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും, പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സിസ്റ്റത്തിനെ മൾട്ടി ഏജൻറ്റിക് സിസ്റ്റം എന്നാണ് പറയുക. ഇനി ഏജൻറ്റ് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആവുകയാണെങ്കിലോ ഏജൻറ്റിന് മെമ്മറി പവർ ഉണ്ടായിരിക്കും. മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള കഴിവ്. അപ്പോൾ നമ്മൾ ട്രിപ്പെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തു, ബുക്ക് ചെയ്തു, ഇനി അടുത്ത ദിവസം ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്, കാരണം അത് മെമ്മറിയിൽ ഏജൻറ്റ് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏജൻറ്റുകൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി വരുന്ന വർഷങ്ങളിൽ ഇതുപോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പ്രെഡിക്റ്റ് ചെയ്യാവുന്ന റിസൾട്ടുകളുള്ള ടാസ്കുകളെല്ലാം ഏജൻറ്റുകൾ വെച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയറുകളുടെയും ഇൻ്റർഫേസ് ഏജൻറ്റിക് മോഡിലേക്ക് മാറുന്നത് കാണാം. ഈ ഏജൻറ്റുകൾക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ മനുഷ്യഭാഷയിൽ വളരെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതും അതുപോലെ ഓട്ടോണമസായി തനിയെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ളതുമാണ് അതിന് കാരണം. ഏജൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് കരുതുന്നു. ഏജൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.